ഹലോ, വെൽക്കം ബാക്ക് ടു ഫീന സ്റ്റഡി റൂം. അപ്പോൾ ഇന്ന് നമ്മൾ SCERTയിൽ നിന്നും പഠിക്കുന്നത് ചാപ്റ്റേഴ്സ് ഞാൻ ആദ്യം പറയാം. അപ്പോൾ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടാകും ഈ ചാപ്റ്റേഴ്സാണ് SCERTയിൽ നിന്നും നമ്മൾ പഠിക്കുന്നത്. അപ്പം ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത് 9ാം ക്ലാസ്സിലെ ഊർജ്ജത്തിനായി ശ്വസിക്കാം എന്നുള്ള പാഠഭാഗമാണ്. അപ്പം നിങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുവെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം, ഊർജ്ജത്തിനായി ശ്വസിക്കാം. ശ്വസന വ്യവസ്ഥയുടെ ഭാഗങ്ങളും ധർമ്മവുമാണ് കേട്ടോ ആദ്യമായിട്ട് നോക്കുന്നത്. നാസാദ്വാരം ശ്വസന വാതകങ്ങൾ ശരീരത്തിന് അകത്തേക്കും പുറത്തേക്കും കടക്കുന്ന ഭാഗമാണ്. നാസാദ്വാരം എന്ന് പറയുന്നത് ശ്വസന വാതകങ്ങൾ ശരീരത്തിന് അകത്തേക്കും പുറത്തേക്കും കടക്കുന്ന ഭാഗം. നാസാഗഹ്വരമാണെങ്കിൽ നാസാദ്വാരത്തെയും ഗ്രസനിയെയും ബന്ധിപ്പിക്കുന്ന പാതയാണ്. നാസാദ്വാരത്തെയും ഗ്രസനിയെയും ബന്ധിപ്പിക്കുന്ന പാത. ശ്വാസനാളം സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങളാൽ ഫലപ്പെടുത്തിയിട്ടുള്ള നീണ്ട കുഴലുകൾ ശ്വാസനാളം സദാ തുറന്നിരിക്കാൻ ഈ വലയങ്ങൾ സഹായിക്കുന്നു. ശ്വാസനാളം എന്ന് പറഞ്ഞാൽ സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങളായിട്ട് ബലപ്പെടുത്തിയിരിക്കുന്ന നീണ്ട കുഴലാണ്. ശ്വാസനാളം സദാ തുറന്നിരിക്കാൻ ഈ വലയങ്ങൾ സഹായിക്കുന്നു. ശ്വസനി ഒരു ശ്വാസകോശത്തിലേക്ക് പോകുന്ന ശ്വാസനാളത്തിൻ്റെ ഇരു ശ്വാസകോശങ്ങളിലേക്കും പോകുന്ന ശ്വാസനാളത്തിൻ്റെ ശാഖകളാണ്. അടുത്തത് ശ്വസനികയാണ്. ശ്വസനിയുടെ അഗ്രശാഖകളാണ് വായു അറ. ശ്വസനികളുടെ അഗ്രഭാഗത്ത് കാണപ്പെടുന്ന ഇലാസ്തിക സ്വഭാവമുള്ള അതിലോലമായിട്ടുള്ള സ്ഥലങ്ങൾ വാതകവിനിമയം നടക്കുന്നത് ഇവിടെ വെച്ചാണ്. പ്ലൂറ ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള ഇരട്ട സ്തരമാണ്. ഡയഫ്രം ഉദരാശയത്തെയും ഔരസാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിതമായിട്ടുള്ള ഭിത്തി. ഇനി ഉച്ഛ്വാസവും നിശ്വാസവും എന്താണെന്ന് നോക്കാം. ഉച്ഛ്വാസം ഇൻ്റർകോസ്റ്റൽ പേശികൾ സങ്കോചിക്കുന്നത് പോലെ വാരിയെല്ലുകൾ ഉയരുന്നു. ഇൻ്റർകോസ്റ്റൽ പേശികൾ സങ്കോചിക്കുന്നത് മൂലം വാരിയെല്ലുകൾ ഉയരുന്നു. ഡയഫ്രം സങ്കോചിക്കുന്നു. ഔരസാശയ വ്യാപ്തം കൂടുന്നു. ഔരസാശയ മർദ്ദം അന്തരീക്ഷ മർദ്ദത്തേക്കാൾ കുറയുന്നു. അപ്പോൾ ഇത്രയുമാണ് ഉച്ഛ്വാസത്തിൽ നടക്കുന്നത്. ഇൻ്റർകോസ്റ്റൽ പേശികൾ സങ്കോചിക്കുന്നത് മൂലം വാരിയെല്ലുകൾ ഉയരുന്ന അവസ്ഥയാണ് ഉച്ഛ്വാസത്തിൽ ഉണ്ടാവുക. പിന്നെ ഡയഫ്രം സങ്കോചിക്കുകയാണ് ചെയ്യുക. ഡയഫ്രം സങ്കോചിക്കുന്നു. ഔരസാശയ വ്യാപ്തം കൂടുകയും ഔരസാശയ മർദ്ദം അന്തരീക്ഷ മർദ്ദത്തേക്കാൾ കുറയുകയും ചെയ്യുന്നു. ഇനി നിശ്വാസം. ഇൻ്റർകോസ്റ്റൽ പേശികൾ പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നത് മൂലം വാരിയെല്ലുകൾ താഴുന്നു. ഡയഫ്രം പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നു. ഡയഫ്രം നേരത്തെ നിശ്വാസത്തിൽ എന്താ ചെയ്തത്? ഡയഫ്രം സങ്കോചിച്ചു. എന്നാൽ ഉച്ഛ്വാസത്തിൽ ഡയഫ്രം പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നു. ഔരസാശയ വ്യാപ്തം കുറയുന്നു. ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുന്ന ഗ്രസനിയുടെ അഗ്രശാഖകളായിട്ടുള്ള ശ്വസനികൾ തുറക്കുന്നത് ദശലക്ഷക്കണക്കിന് വായു അറകളിലേക്കാണ്. വായു അറകൾ ശ്വാസകോശത്തിൻ്റെ ശ്വസന പ്രതലത്തിൻ്റെ വിസ്തീർണം വർദ്ധിപ്പിക്കുന്നു. വായു അറകളെ ആവരണം ചെയ്ത് ധാരാളം രക്തലോമികകൾ ഉണ്ട്. അവയുടെ ഉൾഭിത്തി സദാ ഈർപ്പമുള്ളതായിട്ട് കാണപ്പെടുന്നു. ഉച്ഛ്വാസവേളയിൽ വായു അറകളിലെ ഓക്സിജൻ്റെ ഗാഢത കൂടുതലും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഗാഢത കുറവുമായിരിക്കും. എന്നാൽ രക്തലോമികകളിൽ ഓക്സിജൻ്റെ ഗാഢത കുറവും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഗാഢത കൂടുതലുമാണ്. തന്മൂലം വായു അറകളിൽ നിന്നും ഓക്സിജൻ രക്തലോമികകളിലേക്കും അവിടെ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് വായു അറകളിലേക്കും ഡിഫ്യൂഷനിലൂടെ വിനിമയം ചെയ്യുന്നു. അരുണ രക്താണുക്കളിലെ ഹീമോഗ്ലോബിനാണ് ഓക്സിജനെ സംവഹനം ചെയ്യുന്നത്. 4 പ്രോട്ടീൻ ഇഴകളും ഇരുമ്പടങ്ങിയിട്ടുള്ള ഹീമും ചേർന്നതാണ് ഹീമോഗ്ലോബിൻ്റെ ഘടന. ഹീമിൻ്റെ ഇരുമ്പുമായാണ് ഓക്സിജൻ കൂടിച്ചേരുന്നത്. പ്രോട്ടീൻ ഇഴകളും ഹീമും 4 എണ്ണം വീതം ഉള്ളതിനാൽ ഒരു ഹീമോഗ്ലോബിൻ തന്മാത്രയ്ക്ക് 4 ഓക്സിജൻ തന്മാത്രകളെ വഹിക്കാൻ കഴിയും. എന്നാൽ ഹീമോഗ്ലോബിൻ കാർബൺ മോണോക്സൈഡിനോട് കൂടിച്ചേർന്നാൽ കാർബോക്സി ഹീമോഗ്ലോബിൻ എന്ന സ്ഥിരത കൂടിയ സംയുക്തം രൂപപ്പെടുന്നു. ഇത് ശ്വസിക്കുന്നത് മൂലം മരണം വരെ സംഭവിക്കുന്നു. ഊർജം സ്വതന്ത്രമാക്കാൻ. ശ്വാസകോശത്തിൽ വെച്ച് ഗ്ലൂക്കോസിൽ നിന്നും ഊർജ്ജം സ്വതന്ത്രമാക്കുന്ന പ്രക്രിയയാണ് കോശശ്വസനം, ഗ്ലൈക്കോളിസിസ്. കോശശ്വസനത്തിലെ 1ാം ഘട്ടം. ഗ്ലൈക്കോളിസിസിനെ പൈറുവിക് ആസിഡാക്കി മാറ്റുന്നു. 2 ATP ആസിഡാക്കി തന്മാത്രകൾ ലഭ്യമാക്കുന്നു.
കോശദ്രവ്യത്തിൽ വെച്ച് നടക്കുന്ന ഈ പ്രവർത്തനത്തിൽ ഓക്സിജന്റെ ആവശ്യമില്ല. ക്രെബ്സ് പരിവൃത്തി കോശശ്വസനത്തിലെ രണ്ടാം ഘട്ടമാണ് ക്രെബ്സ് പരിവൃത്തി. മൈറ്റോകോൺട്രിയയിൽ നടക്കുന്ന നിരവധി രാസമാറ്റങ്ങളിലൂടെ പൈറുവിക് ആസിഡ് കാർബൺ ഡൈ ഓക്സൈഡും ജലവും ആയി മാറ്റപ്പെടുന്നു. 28 ATP തന്മാത്രകൾ ലഭ്യമാക്കുന്നു. ഈ പ്രവർത്തനത്തിൽ ഓക്സിജൻ ആവശ്യമാണ്. ഗ്ലൂക്കോസ്, ബാക്ടീരിയ, ഈസ്റ്റ് എന്നിവയുടെ കോശദ്രവ്യത്തിലാണ്. അത് പൈറുവിക് ആസിഡ് ആക്കിയിട്ട് മാറ്റുന്നു. ഈ പൈറുവിക് ആസിഡിനെ ലാക്റ്റിക് ആസിഡും ആൽക്കഹോളും ആക്കി മാറ്റുന്നു. ആ ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷനും ആൽക്കഹോൾ ഫെർമെൻറ്റേഷനുമാണ്. ആൽക്കഹോൾ ഫെർമെൻറ്റേഷൻ CO2. ഇനി ഫെർമെൻറ്റേഷൻ നിത്യജീവിതത്തിൽ അപ്പം ഈസ്റ്റും അവായു ശ്വസനമാണ്. ആൽക്കഹോൾ CO2. മാവ് പുളിച്ച് തൈരാകുന്നത് ലാക്ടോബാസിലസ് ബാക്ടീരിയ ആണ്. ലാക്റ്റിക് ആസിഡ് പാല് തൈരാകുന്നു. ശ്വാസകോശ അർബുദം നോക്കാം. പുകയിലയിൽ അടങ്ങിയിട്ടുള്ള അർബുദകാരി ശ്വാസകോശ അർബുദത്തിന് കാരണമാകുന്നു. എംഫിസീമ പുകയിലയിലെ വിഷപദാർത്ഥങ്ങൾ വായു അറകളിലെ ഇലാസ്തികത നഷ്ടപ്പെടുന്നത് മൂലം അവ പൊട്ടുന്നു. ബ്രോങ്കൈറ്റിസ് പുകയിലയിലെ ടാർ, കാർബോ മോണോക്സൈഡ് തുടങ്ങിയ വായു അറകളിൽ ശ്ലേഷ്മം അടിഞ്ഞുകൂടുന്നതിനും രോഗാണുക്കൾ പെരുകി ശ്വാസകോശത്തിന് വീക്കം ഉണ്ടാകുന്നതിനും കാരണമാകുന്നു. വൈറ്റൽ കപ്പാസിറ്റി ഒരു സാധാരണ ഉച്ഛ്വാസത്തിലൂടെ ഉള്ളിലേക്ക് എടുക്കുകയോ നിശ്വാസത്തിലൂടെ പുറന്തള്ളുകയോ ചെയ്യുന്ന വായുവിൻ്റെ അളവാണ് ടൈഡൽ വോളിയം. എന്നാൽ ഗാഢമായിട്ടുള്ള ഉച്ഛ്വാസത്തിന് ശേഷം ശക്തിയായി നിശ്വസിക്കുമ്പോൾ പുറത്തു പോകുന്ന പരമാവധി വായുവിൻ്റെ അളവാണ് വൈറ്റൽ കപ്പാസിറ്റി. ശ്വസനം മറ്റു ജീവികളിൽ അമീബ, ചെകിളപ്പൂക്കൾ, പാറ്റ ട്രക്കിയ, മണ്ണിര, ത്വക്ക്, തേള്, എട്ടുകാലി, ബുക്ക് ലങ്സ്. അപ്പം അമീബ, ചെകിളപ്പൂക്കൾ, പാറ്റ, ട്രക്കിയ, മണ്ണിര, ത്വക്ക്, തേള്, എട്ടുകാലി, ബുക്ക് ലങ്സ്. സസ്യങ്ങളിലെ പ്രധാന ശ്വസനാവയവം ആസ്യരന്ധ്രമാണ്. കാണ്ഡത്തിനും വേരിനും ഉപരിതലത്തിലും ധാരാളം ചെറുസുഷിരങ്ങൾ കാണുന്നത് അവയുടെ ശ്വസനം സാധ്യമാക്കാനാണ്. ഇവയാണ് ലെൻറ്റിസെല്ലുകൾ. ഇനി അടുത്ത ചാപ്റ്റർ നോക്കാം. പീരിയോഡിക് ടേബിൾ ആണ് കേട്ടോ. അടുത്ത ചാപ്റ്റർ പീരിയോഡിക് ടേബിൾ ആണ്. 9ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററാണ് പീരിയോഡിക് ടേബിൾ. നോക്കാം. ആവർത്തന പട്ടിക. മൂലകങ്ങളെ ലോഹങ്ങളും അലോഹങ്ങളും ആയി വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ലാവോസിയാണ്. മൂലകങ്ങളെ ലോഹങ്ങളും അലോഹങ്ങളുമായി വർഗീകരിച്ച ശാസ്ത്രജ്ഞനാണ് ലാവോസിയ. സമാന ഗുണങ്ങളുള്ള മൂലകങ്ങളെ 3 വീതമുള്ള ഗ്രൂപ്പുകളായി വർഗീകരിച്ചത് ജെ ഡൊബറൈനർ ആണ്. ത്രികങ്ങളായിട്ട്. അഷ്ടക നിയമം ന്യൂലാൻഡ്സ് ആണ്. മൂലകങ്ങളെ ആറ്റോമിക വ്യാപ്തത്തിനനുസരിച്ചിട്ട് വർഗീകരിച്ചത് ലോത്തർ മേയർ ആണ്. ആവർത്തന പട്ടികയ്ക്ക് രൂപം നൽകിയത് ദിമിത്രി മെൻഡലേവ് ആണ്. ആറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിലാണ് മെൻഡലേവ് പീരിയോഡിക് ടേബിൾ വർഗീകരിച്ചത്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ഹെൻറി മോസ്ലി മൂലകങ്ങളെ ആറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ വർഗീകരിച്ചു. പീരിയോഡിക് ടേബിളിൻ്റെ കുത്തനെയുള്ള നിരകൾ ഗ്രൂപ്പുകളാണ്. അത് 18 ഗ്രൂപ്പാണ്. പീരിയോഡിക് ടേബിളിൻ്റെ വിലങ്ങനെയുള്ള നിരകളാണ് പീരിയഡ്, 7 പീരിയഡ്. ആധുനിക ആവർത്തന പട്ടിക 4 ബ്ലോക്കുകളായിട്ട് വിഭജിച്ചിരിക്കുന്നു. എസ് ബ്ലോക്ക് ആൽക്കലൈൻ ലോഹങ്ങൾ, പി ബ്ലോക്ക് 13-18 വരെ, ഡി ബ്ലോക്ക് 3-12 ഗ്രൂപ്പ് സംക്രമണ മൂലകങ്ങൾ, എഫ് ബ്ലോക്ക് ഗ്രൂപ്പ് മൂലക കുടുംബം 1 ആൽക്കലി ലോഹങ്ങൾ, 2 ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ, 3-12 വരെ സംക്രമണ മൂലകങ്ങൾ, 13 ബോറോൺ കുടുംബം, 14 കാർബൺ കുടുംബം, 15 നൈട്രജൻ കുടുംബം, 16 ഓക്സിജൻ കുടുംബം, 17 ഹാലജനുകൾ, 18 ഉത്കൃഷ്ടവാതകങ്ങൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ഇനി അടുത്ത ചാപ്റ്ററാണ് ഈ പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും. 10ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററാണ്. ന്യൂക്ലിയസിൽ നിന്നും അകലം കൂടുന്നതിനനുസരിച്ച് ഷെല്ലുകളിലെ ഇലക്ട്രോണിൻ്റെ ഊർജ്ജം കൂടി വരികയും ന്യൂക്ലിയസും ഇലക്ട്രോണുകളും തമ്മിലുള്ള ആകർഷണ ബലം കുറയുകയും ചെയ്യുന്നു. സബ്ഷെല്ലുകൾ SPDF എന്ന പേര് കൊടുത്തിരിക്കുന്നത് മൂലകങ്ങളുടെ ചില സവിശേഷതകൾ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പം എസ് ഷാർപ്പ്, പി പ്രിൻസിപ്പിളാണ്, ഡി ഡിഫ്യൂസ് ആണ്, എഫ് ഫണ്ടമെൻ്റലാണ്. പ്രധാന ഊർജ്ജ നിലകളിൽ തന്നെ ഉപ ഊർജ്ജ നിലകളുണ്ട്. ഈ ഉപ ഊർജ്ജ നിലകളിൽ ഇലക്ട്രോൺ കാണപ്പെടുവാനുള്ള സാധ്യതയുള്ള മേഖലകളാണ് ഓർബിറ്റലുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഒരു ഓർബിറ്റലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. എസ് സബ്ഷെല്ലിൽ ഒരു ഓർബിറ്റ്
രണ്ട് ഇലക്ട്രോൺസ് ആണ്, ഗോളാകൃതിയായിരിക്കും. ഇനി പി സബ്ഷെല്ലിലാണെന്നുണ്ടെങ്കിൽ 3 ഓർബിറ്റൽസ് ആണുള്ളത്, അതിന് ഡംബലിൻ്റെ ആകൃതിയാണുള്ളത്. ഡി സബ്ഷെല്ലിൽ 5 ഓർബിറ്റൽസും എഫ് സബ്ഷെല്ലിൽ 7 ഓർബിറ്റൽസുമാണ്. അപ്പോൾ ഷെല്ല് 1, 2, 3, 4 എന്നിങ്ങനെ സബ്ഷെല്ല് എസ്, 1 എസ്, 2 എസ് പി ഉണ്ടാകും, 3 എസ് പി ഡി ഉണ്ടാകും, 4 എസ് പി ഡി എഫ് ഉണ്ടാകും. ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോൺ 1 എസ്സിൽ 2 മാത്രമാണ്. 6 രണ്ടാമത്തേലാണെന്നുണ്ടെങ്കിൽ എസ് പിയിൽ 6 വീതം. ഇനി 6 വീതമല്ല 6. ഇനി മൂന്നാമത്തേൽ എസ് പി ഡി ആണ്. ഡിയിൽ മാക്സിമം വരുന്നത് 10 ആണ്. 4 എഫിൽ വരുന്നത് 14 അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ഏത് സബ്ഷെല്ലിലാണോ അതായിരിക്കും ആ മൂലകം ഉൾപ്പെടുന്ന ബ്ലോക്ക്. അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ഏത് സബ്ഷെല്ലിലാണോ അതായിരിക്കും ആ മൂലകം ഉൾപ്പെടുന്ന ബ്ലോക്ക്. പീരിയോഡിക് ടേബിളിലെ 1, 2 ഗ്രൂപ്പുകളിലെ മൂലകങ്ങളെ എസ് ബ്ലോക്കിലും 13, 18 വരെയുള്ള ഗ്രൂപ്പുകളിലെ മൂലകങ്ങളെ പി ബ്ലോക്കിലും 13 to 12 വരെ ഗ്രൂപ്പുകളിലുള്ള മൂലകങ്ങളെ ഡി ബ്ലോക്കിലും ഉൾപ്പെടുത്തിയിരിക്കുന്നു. അവയെ സംക്രമണ മൂലകങ്ങൾ എന്ന് പറയുന്നു. എഫ് ബ്ലോക്ക് മൂലകങ്ങളെ പീരിയോഡിക് ടേബിളിൻ്റെ 2 പ്രത്യേക നിരകളിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഒരു മൂലകത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിൽ ബാഹ്യതമ ഷെല്ലിന് നമ്പർ തന്നെയാണ് ഇത് ഉൾക്കൊള്ളിക്കുന്ന പീരിയഡ് നമ്പർ. എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ബാഹ്യ എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമായിരിക്കും ഗ്രൂപ്പ് നമ്പർ. 12ാം ഗ്രൂപ്പിൽ വരുന്ന ZN, CD, HG എന്നീ സംക്രമണ മൂലകങ്ങളിൽ എല്ലാ പൊതു ഗുണങ്ങളും കാണിക്കുന്നില്ല, എന്നാൽ അവയെ കപട സംക്രമണ മൂലകങ്ങൾ എന്ന് പറയുന്നു. സംക്രമണ മൂലകങ്ങളുടെ സവിശേഷതകൾ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നു, നിറമുള്ള സംയുക്ത നൽകുന്നു. എഫ് ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രത്യേകതകൾ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ പ്രകടിപ്പിക്കുന്നു. ആക്റ്റിനോയിഡുകൾ ഭൂരിഭാഗവും റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളാണ്. ഇവ കൃത്രിമ മൂലകങ്ങളാണ്. യുറേനിയം, തോറിയം, പ്ലൂട്ടോണിയം തുടങ്ങിയവ റിയാക്ടറുകളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നു. ഇവയിൽ പലതും ഉൾപ്രേരകമായി പെട്രോളിയം വ്യവസായത്തിൽ ഉപയോഗിക്കുന്നു. കേരളത്തിലെ ധാതു സമ്പത്ത് മോണോസൈറ്റ്, ഇൽമനൈറ്റ്, സിർക്കോൺ, റൂട്ടൈൽ തുടങ്ങി ധാതുക്കൾ കേരളത്തിലെ തീരപ്രദേശത്തെ മണൽ ശേഖരത്തിനുണ്ട്. TiO2 ഉൽപ്പാദനത്തിൽ അസംസ്കൃത വസ്തുവാണ് ഇൽമനൈറ്റ്. ബ്രീഡർ ന്യൂക്ലിയർ റിയാക്ടറിൽ ഉപയോഗിക്കുന്ന തോറിയത്തിൻ്റെ ഉറവിടം മോണോസൈറ്റിൽ നിന്നാണ്. നിയോഡിമിയം ലോഹത്തിൻ്റെ അസംസ്കൃത വസ്തുവും മോണോസൈറ്റ് തന്നെ നിയോമിഡിയമാണ്. ശക്തിയേറിയ ഭാരമില്ലാത്തതുമായിട്ടുള്ള കാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹമാണ് ഇത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി വൻകരകളും സമുദ്രങ്ങളുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോഷ്യൽ സയൻസിലെ വൻകരകളും സമുദ്രങ്ങളും 5ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററാണ്. നോക്കാം. വൻകരകളും സമുദ്രങ്ങളും. ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ ഏകദേശം 2/3 ഭാഗവും സമുദ്രമാണ്. സമുദ്രങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ കരഭാഗങ്ങളാണ് വൻകരകൾ. ഭൂമിയിൽ 5 സമുദ്രങ്ങളും 7 വൻകരകളുമുണ്ട്. ഏറ്റവും വലിയ വൻകര ഏഷ്യയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ വടക്കായി സ്ഥിതി ചെയ്യുന്ന വൻകരയാണ് ഏഷ്യ. വടക്കായിട്ടാണ് ഏഷ്യ സ്ഥിതി ചെയ്യുന്നത്, ഇന്ത്യൻ മഹാസമുദ്രത്തിന് വടക്കായിട്ട്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്ന വൻകര ഏഷ്യയാണ്. ഇന്ത്യ ഏഷ്യൻ വൻകരയുടെ ഭാഗത്താണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എവറസ്റ്റ് ആണ്. എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന വൻകര ഏഷ്യയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതനിര ഹിമാലയമാണ്. മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന രാജ്യം നേപ്പാളാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന വൻകര ഏഷ്യയാണ്. ആഫ്രിക്ക വലുപ്പത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന വൻകരയാണ് ആഫ്രിക്ക. ജനവാസത്തിൽ ലോകത്ത് 2ാം സ്ഥാനത്ത് നിൽക്കുന്ന വൻകരയാണ് ആഫ്രിക്ക. ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി സഹാറയാണ്. സഹാറ മരുഭൂമി സ്ഥിതി ചെയ്യുന്ന വൻകര ആഫ്രിക്കയാണ്. നൈൽ. ലോകത്തിൽ ഏറ്റവും നീളം കൂടിയ നദി നൈലാണ്. നൈൽ നദി സ്ഥിതി ചെയ്യുന്ന വൻകര ആഫ്രിക്കയാണ്. നൈൽ നദിയുടെ ഏകദേശ നീളം 6850 കിലോമീറ്റർ ആണ്. നൈൽ നദി കടന്നു പോകുന്ന രാജ്യങ്ങളുടെ എണ്ണം 11 ആണ്. ആഫ്രിക്കൻ വൻകരയിലൂടെ. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പീരിയോഡിക് ടേബിൾ, ബോട്ട് മാസ്, ഓക്സിലറി വെർബ്, നാമം, വികസനത്തെ സ്വാധീനിക്കുന്ന പാരമ്പര്യ നിയമങ്ങൾ. അപ്പം ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുള്ളതാണ്. പീരിയോഡിക് ടേബിൾ മാത്രമേ ഇന്നത്തെ ക്ലാസ്സിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നുള്ളൂ. അപ്പോൾ ബോട്ട് മാസ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് തന്നെയാണ്, അതിൻ്റെ റിവിഷനാണ് ഇന്നത്തേത്. ഇനി ഓക്സിലറി വെർബാണെങ്കിലും ഇന്ന് റിവിഷൻ ചെയ്യാം. നാമമാണെങ്കിലും വികസനത്തെ സ്വാധീനിക്കുന്ന പാരമ്പര്യ നിയമങ്ങളാണെങ്കിലും ഇന്ന് റിവിഷൻ ചെയ്യേണ്ടത് കേട്ടോ. അപ്പം നമുക്ക് പീരിയോഡിക് ടേബിൾ നോക്കാം. പീരിയോഡിക് ടേബിളിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, റാങ്ക് ഫയലിലെ കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കേട്ടോ.
കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആറ്റമാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. പീരിയോഡിക് ടേബിളിൽ മൂലക സ്വഭാവങ്ങളുടെ ക്രമാവർത്തനത്തിൻ്റെ അടിസ്ഥാനം അവയുടെ ആറ്റം ഘടനയാണ്. മൂലക വർഗീകരണത്തിൻ്റെ സമഗ്രമായിട്ടുള്ള ഉപാധിയാണ് ആവർത്തന പട്ടിക. മൂലകങ്ങളുടെ വർഗീകരണത്തിന് തുടക്കം കുറിച്ച ശാസ്ത്രജ്ഞനാണ് ആൻറ്റോയിൻ ലാവോസിയെ. 1789 ലാവോസിയെ 30 മൂലകങ്ങളെ ലോഹങ്ങളും അലോഹങ്ങളുമായിട്ട് വർഗീകരിച്ചു. ലാവോസിയുടെ വർഗീകരണത്തിൽ പരിമിതി ഉപലോഹങ്ങളെ ഉൾപ്പെടുത്തുവാൻ കഴിയാത്തത്. മൂലകങ്ങളെ ത്രികങ്ങൾ എന്ന രീതിയിൽ വർഗീകരിച്ചത് JW ഡൊബറൈനർ ആണ്. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം അങ്ങനെ. ഡൊബറൈനർ എന്ന ശാസ്ത്രജ്ഞൻ സമാന ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്ന 3 മൂലകങ്ങൾ ഉൾപ്പെടുന്ന ചെറു ഗ്രൂപ്പുകൾ നിർമ്മിച്ചു. അവ അറിയപ്പെടുന്നത് ത്രികങ്ങൾ. ത്രികങ്ങൾ ഒന്നാമത്തെയും മൂന്നാമത്തെയും മൂലകങ്ങളുടെ ആറ്റോമിക മാസിൻ്റെ ഏകദേശം ശരാശരിയാണ്. മധ്യഭാഗത്ത് വരുന്ന മൂലകത്തിൻ്റെ ആറ്റോമിക മാസ് ലിഥിയം 7, സോഡിയം 23, പൊട്ടാസ്യം 39. ഒരു സിലിണ്ടറിൽ സ്പൈറൽ ആകൃതിയിൽ ആറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമത്തിൽ മൂലകങ്ങളെ വിന്യസിച്ചാൽ സമാന ഗുണമുള്ള മൂലകങ്ങൾ ലംബത്തിൽ അണിനിരക്കും എന്ന ടെലിയൂറിക് ഹെലിക്സ് ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞനാണ് ചാൻ കാർട്ടോയേഴ്സ്. 1862 അഷ്ടക നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ജോൺ അലക്സാണ്ടർ ന്യൂലാൻഡ്സ് ആണ്. 1866 മൂലകങ്ങളെ ക്രമമായി എഴുതിയപ്പോൾ 8ാമത് വരുന്ന മൂലകം ആദ്യത്തേത് ആവർത്തനമാണെന്ന് കണ്ടെത്തിയ നിയമം അഷ്ടക നിയമമാണ്. ആറ്റോമിക മാസ് കൂടിയ മൂലകങ്ങളിൽ അഷ്ടക നിയമം പാലിക്കപ്പെടുന്നില്ല എന്നതാണ് അഷ്ടക നിയമത്തിൻ്റെ പരിമിതി. തൻ്റെ വർഗീകരണത്തിൻ്റെ സംഗീതത്തിലെ സപ്തസ്വരങ്ങളുമായിട്ട് താരതമ്യം ചെയ്ത ശാസ്ത്രജ്ഞനാണ് ന്യൂലാൻഡ്സ്. ന്യൂലാൻഡ്സിൻ്റെ പീരിയോഡിക് ടേബിളിൽ ഉണ്ടായിരുന്ന മൂലകങ്ങളുടെ എണ്ണം 56 ആണ്. മൂലകങ്ങളുടെ ആറ്റോമിക മാസിനെ ആറ്റോമിക വ്യാപ്തം, തിളനില, ദ്രവണാങ്കം എന്നിവയുമായി ബന്ധപ്പെടുത്തി വർഗീകരിച്ച ശാസ്ത്രജ്ഞനാണ് ജൂലിയസ് ലോത്തർ മേയർ. 1866 ആവർത്തന പട്ടികയിലെ അതിലെ മൂലകങ്ങളെയും കുറിച്ചുള്ള പഠനത്തിനുപയോഗിക്കുന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ് കാൽസ്യം. മൂലകങ്ങളെ അവയുടെ ആറ്റോമിക മാസിൻ്റെ ക്രമത്തിൽ വിന്യസിപ്പിച്ച റഷ്യൻ രസതന്ത്രജ്ഞനാണ് ദിമിത്രി ഇവാനോവിച്ച് മെൻഡലീവ്. മെൻഡലീവിൻ്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ആറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമത്തിലാണ്. മെൻഡലീവിൻ്റെ ആവർത്തന പട്ടികയിൽ ഉണ്ടായിരുന്ന മൂലകങ്ങളുടെ എണ്ണം 63. ആറ്റോമിക മാസ് നിർണ്ണയിച്ചിരിക്കുന്നത് വ്യത്യസ്ത ഐസോടോപ്പുകളുടെ മാസിൻ്റെ ശരാശരി, അതിനാലാണ് ആറ്റോമിക മാസ് ദശാംശ സംഖ്യയാകുന്നത്. മെൻഡലീവിൻ്റെ പീരിയോഡിക് ടേബിളിൽ പരിമിതികൾ: ഹൈഡ്രജന് കൃത്യമായ സ്ഥാനം നൽകാൻ കഴിഞ്ഞില്ല. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം മുതലായ ലോഹങ്ങളോടൊപ്പം അലോഹമായ ഹൈഡ്രജന് സ്ഥാനം നൽകി. ഗുണങ്ങൾ വളരെയധികം വ്യത്യാസമുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. സോഡിയം, പൊട്ടാസ്യം തുടങ്ങിയ മൃദുലോഹങ്ങളോടൊപ്പം കോപ്പർ, സിൽവർ തുടങ്ങിയ കാഠിന്യമേറിയ ലോഹങ്ങൾ ഉൾപ്പെടുത്തി. മെൻഡലീവിൻ്റെ പീരിയോഡിക് നിയമം: മൂലകങ്ങളുടെ രാസികവും ഭൗതികവുമായിട്ടുള്ള ഗുണങ്ങൾ അവയുടെ ആറ്റോമിക മാസിൻ്റെ ആവർത്തന ഫലങ്ങളാണ്. ആവർത്തന പട്ടികയുടെ പിതാവ് ദിമിത്രി മെൻഡലീവ് ആണ്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവാണ് ഹെൻറി മോസ്ലി. 1913 മൂലകങ്ങളെ ആറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന പട്ടികയാണ് ആധുനിക ആവർത്തന പട്ടിക. ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ഹെൻറി മോസ്ലി. ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ആറ്റോമിക സംഖ്യയുടെ ആരോഹണ ക്രമത്തിലാണ്. മോസ്ലി തൻ്റെ ഏത് പരീക്ഷണത്തിലൂടെയാണ് മൂലകങ്ങൾക്ക് ആറ്റോമിക നമ്പർ നൽകിയത്? എക്സ്റേ ഡിഫ്രാക്ഷൻ. ആധുനിക പീരിയോഡിക് നിയമം: മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ ആറ്റോമിക നമ്പറിൻ്റെ ആവർത്തന ഫലങ്ങളാണ്. ആവർത്തന പട്ടികയിലെ സമാന്തരമായിട്ടുള്ള കോളങ്ങളാണ് പീരിയഡുകൾ. ആവർത്തന പട്ടികയിലെ കുത്തനെയുള്ള കോളങ്ങളാണ് ഗ്രൂപ്പുകൾ. ആവർത്തന പട്ടികയിലെ ആകെ പീരിയഡുകളുടെ എണ്ണം 7 ആണ്. ആവർത്തന പട്ടികയിലെ ആകെ ഗ്രൂപ്പുകൾ 18 ആണ്. ഇന്നുവരെ കണ്ടുപിടിച്ചിട്ടുള്ളവയിൽ ആകെ മൂലകങ്ങളുടെ എണ്ണം 118. സ്വാഭാവിക മൂലകങ്ങൾ 92. 92ാമത്തെ മൂലകം യുറേനിയമാണ്. ആറ്റോമിക നമ്പർ 92ന് മുകളിൽ വരുന്നതും കൃത്രിമമായിട്ട് നിർമ്മിച്ചതുമായിട്ടുള്ള മൂലകങ്ങളാണ് സിന്തറ്റിക് മൂലകങ്ങൾ, ട്രാൻസ് യുറാനിക് മൂലകങ്ങൾ. യുറേനിയത്തിന് ശേഷം വരുന്ന മൂലകങ്ങളാണ് ട്രാൻസ് യുറാനിക് മൂലകങ്ങൾ. ഫോട്ടോകോപ്പി യന്ത്രത്തിൽ ഉപയോഗിക്കുന്ന മൂലകം സെലിനിയം. ഗ്രീക്ക് പുരാണങ്ങളിൽ നിന്നും പേര് ലഭിച്ച മൂലകങ്ങളാണ് ടൈറ്റാനിയവും പ്രൊമീത്തിയവും. 1ാം ഗ്രൂപ്പ് ആൽക്കലി ലോഹങ്ങൾ. അതിൽ വരുന്ന മൂലകങ്ങൾ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബിഡിയം, സീസിയം, ഫ്രാൻസിയം. ഹൈഡ്രജൻ 1ാം ഗ്രൂപ്പ് മൂലകം ആണെങ്കിലും ആൽക്കലി ലോഹമല്ല. ഇനി 2ാം ഗ്രൂപ്പ് മൂലകമാണ് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ: ബെറിലിയം, മഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം. 13ാം ഗ്രൂപ്പ് മൂലകമാണ് ബോറോൺ കുടുംബം: ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം, നിഹോണിയം.
14-ാം ഗ്രൂപ്പ് മൂലകമാണ് കാർബൺ കുടുംബം. കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിന്ന്, ലെഡ്, ഫ്ലറോവിയം. 15-ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് നൈട്രജൻ കുടുംബം. നൈട്രജൻ, സിലിക്കൺ, നൈട്രജൻ, ഫോസ്ഫറസ്, ആർസനിക്, ആൻറ്റിമണി, ബിസ്മത്ത്, മോസ്കോവിയം. 16-ാം ഗ്രൂപ്പ് മൂലകമാണ് ഓക്സിജൻ കുടുംബം. ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെല്ലൂറിയം, പൊളോണിയം, ലിവർമോറിയം. 17-ാം ഗ്രൂപ്പ് മൂലകമാണ് ഹാലജനുകൾ. ഫ്ലൂറിന്, ക്ലോറിന്, ബ്രോമിന്, അയഡിന്, അസ്റ്റാറ്റിൻ, ടെന്നിസൺ. 18-ാം ഗ്രൂപ്പ് മൂലകമാണ് അലസവാതകങ്ങൾ. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റെഡോൺ, ഒഗനസ്റ്റോൺ. ആദ്യത്തെ കൃത്രിമ മൂലകം ടെക്നീഷ്യമാണ്. ആദ്യത്തെ കൃത്രിമ മൂലകം ടെക്നീഷ്യമാണ്. ആറ്റോമിക നമ്പർ 43 ടെക്നീഷ്യം കണ്ടുപിടിച്ചവർ എമിലിയോ സെഗ്രയും കാർലോ പെരിയറുമാണ്. 1937 അവസാനമായി കണ്ടുപിടിക്കപ്പെട്ട മൂലകമാണ് ഒഗനസ്റ്റോൺ. ആറ്റോമിക നമ്പർ 118. പ്രകൃതിദത്തമായി കാണുന്ന ഭാരം കൂടിയ മൂലകമാണ് യുറേനിയം. ആവർത്തന പട്ടികയിലെ ഏറ്റവും ചെറിയ പീരിയഡ് 1-ാം പീരിയഡാണ്. 2 മൂലകങ്ങളാണുള്ളത്. പീരിയഡ് മൂലകങ്ങളുടെ എണ്ണം 1-ൽ 2, 2-ൽ 8, 3-ൽ 8, 4-ൽ 18, 5-ലും 18, 6-ൽ 32, 7-ൽ 32. മൂലകങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മോഡേൺ പീരിയോഡിക് ടേബിളിൻ്റെ അവയെ ക്രമീകരിച്ചിരിക്കുന്ന ബ്ലോക്കുകളാണ് SPDF. അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ഏത് സബ്ഷെല്ലിലാണോ അതായിരിക്കും ആ മൂലകം ഉൾപ്പെടുന്ന ബ്ലോക്ക്. പീരിയോഡിക് ടേബിളിലെ ബ്ലോക്കുകൾ ഗ്രൂപ്പ് ബ്ലോക്ക് 1, 2 S 13-18 P ബ്ലോക്കിലും 3-12 D ബ്ലോക്കിലുമാണ്. ഇനി 3-12 വരെ D ബ്ലോക്ക്. പ്രധാന മൂലകങ്ങളും ആറ്റോമിക നമ്പറുകളും പഠിക്കാം. ഹൈഡ്രജൻ 1, ഹീലിയം 2, ലിഥിയം 3, ബെറിലിയം 4, ബോറോൺ 5, കാർബൺ 6, നൈട്രജൻ 7, ഓക്സിജൻ 8, ഫ്ലൂറിൻ 9, നിയോൺ 10, സോഡിയം 11, മഗ്നീഷ്യം 12, അലുമിനിയം 13, സിലിക്കൺ 14, ഫോസ്ഫറസ് 15, സൾഫർ 16, ക്ലോറിൻ 17, ആർഗൺ 18, പൊട്ടാസ്യം 19, കാൽസ്യം 20, ടൈറ്റാനിയം 22, അയേൺ 26, കോപ്പർ 29, ടെക്നീഷ്യം 43, സിൽവർ 47, ടിന്ന് 50, ടങ്സ്റ്റൺ 74, പ്ലാറ്റിനം 78, സ്വർണം 79, മെർക്കുറി 80, ലെഡ് 82, യുറേനിയം 92, ഐൻസ്റ്റീനിയം 99, ഫെർമിയം 100, മെൻഡലീവിയം 101, മൊയ്റ്റനേറിയം 109, ഡാംസറ്റാഡിയം 110, റോൺജിനിയം 111, കോപ്പർനീഷ്യം 112, നിഹോണിയം 113, ഫ്ലറോവിയം 114, മോസ്കോവിയം 115, ലിവർമോറിയം 116, ടെന്നീസൺ 117, ഒഗനസ്റ്റോൺ 118. S ബ്ലോക്ക് മൂലകങ്ങൾ. S ബ്ലോക്ക് മൂലകങ്ങൾ. പീരിയോഡിക് ടേബിളിൽ S ബ്ലോക്ക് മൂലകങ്ങളുടെ സ്ഥാനം ടേബിളിൻ്റെ ഇടതുഭാഗത്ത്. S ബ്ലോക്ക് മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് 1-ാം ഗ്രൂപ്പ് മൂലകങ്ങളും 2-ാം ഗ്രൂപ്പ് മൂലകങ്ങളുമാണ്. സവിശേഷതകൾ: ലോഹ സ്വഭാവം കൂടുതലാണ്, അയോണിക ഊർജം കുറവാണ്, ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവാണ്. S ബ്ലോക്ക് മൂലകങ്ങളുടെ ഓക്സൈഡുകളും ഹൈഡ്രോക്സൈഡുകളും ബേസിക് സ്വഭാവം കാണിക്കുന്നു. S ബ്ലോക്ക് മൂലകങ്ങൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കുന്നു. S ബ്ലോക്ക് മൂലകങ്ങളെ സാധാരണയായി നിർമ്മിക്കുന്ന സംയുക്തങ്ങൾ അയോണിക സംയുക്തങ്ങളാണ്. 1-ാമത്തെ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ അറിയപ്പെടുന്നത് ആൽക്കലി ലോഹങ്ങൾ. 2-ാമത്തെ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ അറിയപ്പെടുന്നത് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ. S ബ്ലോക്ക് മൂലകങ്ങൾ ബാഹ്യ S സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമായിരിക്കും ഗ്രൂപ്പ് നമ്പർ. മൂലകം, സബ്ഷെൽ വിന്യാസം, അവസാന S സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം. ഗ്രൂപ്പ്. ലിഥിയം 1s2 2s1 1 അവസാന ഗ്രൂപ്പ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇനി സോഡിയം 1s2 2s2 2p6 3s1 അത് അവസാന സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമെന്നാണ്. ഗ്രൂപ്പ് 1. ഇനി മഗ്നീഷ്യം 1s2 2s2 2p6 3s2 അവസാന ഇലക്ട്രോണിലെ സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം 2. ഗ്രൂപ്പ് 2. 1-ാം ഗ്രൂപ്പ് മൂലകങ്ങൾ രാസപ്രവർത്തനങ്ങളിൽ വിട്ടുകൊടുക്കുന്ന ഇലക്ട്രോണുകൾക്ക് എണ്ണം 1. 2-ാം ഗ്രൂപ്പ് മൂലകങ്ങൾ രാസപ്രവർത്തനത്തിൽ വിട്ടുകൊടുക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആയിരിക്കും. 1-ാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ സംയോജകത 1. 2-ാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ സംയോജകത 2. 1-ാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ ഓക്സീകരണാവസ്ഥ 1-ഉം 2-ാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ ഓക്സീകരണാവസ്ഥ 2-ഉമാണ്. P ബ്ലോക്ക് മൂലകങ്ങൾ. P ബ്ലോക്ക് മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളിലെ മൂലകങ്ങളാണ്. 1, 2, 13, 18 ഗ്രൂപ്പുകളിലെ മൂലകങ്ങളാണ് പ്രാതിനിധ്യ മൂലകങ്ങൾ. P ബ്ലോക്ക് മൂലകങ്ങളിൽ അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് സബ്ഷെൽ P ആണ്.
പി ബ്ലോക്കിലെ മൂലകങ്ങളുടെ ബാഹ്യ sp സബ്ഷെല്ലുകളിലെ ആകെ ഇലക്ട്രോണുകളുടെ എണ്ണത്തോടൊപ്പം 10 കൂട്ടുന്നതിന് തുല്യമായിരിക്കും ഗ്രൂപ്പ് നമ്പർ. അല്ലെങ്കിൽ ബാഹ്യതമ p ഇലക്ട്രോണുകളുടെ എണ്ണത്തോടൊപ്പം 12 കൂട്ടിയാൽ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താം. മൂലകം, സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം, p ഇലക്ട്രോണിൻ്റെ എണ്ണം, ഗ്രൂപ്പ് നമ്പർ. അപ്പം B5 ആണ്. B5ൻ്റെ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത് 1s2 2s2 2p1. p ഇലക്ട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഗ്രൂപ്പ് നമ്പർ എത്രയാണെന്ന് ചോദിച്ചാൽ അത് 1 + 12 13 ആയിരിക്കും. 1 + 12 13 ആയിരിക്കും. അല്ലെങ്കിൽ അതിൻ്റെ മുന്നത്തെ എസിൻ്റെ 2ഉം പിൻ്റെ 1ഉം കൂടി ചേർത്തിട്ട് 3 കിട്ടും. അതിനോടൊപ്പം 10 ചേർത്താലും അങ്ങനെ നമുക്ക് ആ ഒരു ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി N7 1s2 2s2 2p 3 ആണ്. ഇപ്പോൾ 3 ആണ്. 3 + 12 15 ആണ്. ഇനി നിയോൺ ആണ്. 10 ആണ്. 1s2 2s2 2p 6 ആണ്. അപ്പോൾ 6 ആണ്. 6 + 12 ഇപ്പോൾ 18ാം ഗ്രൂപ്പ് മൂലകമാണ് നിയോൺ. സാധാരണ താപനിലയിൽ ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിലുള്ള മൂലകങ്ങളും ഈ ബ്ലോക്കിൽ ഉൾപ്പെടും. S ബ്ലോക്ക് മൂലകങ്ങളെ അപേക്ഷിച്ച് P ബ്ലോക്ക് മൂലകങ്ങൾക്ക് ഉയർന്ന അയോണീകരണ ഊർജ്ജമാണുള്ളത്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകമായിട്ടുള്ള ഫ്ലൂറിൻ ഉൾപ്പെടുന്ന ബ്ലോക്ക് P ബ്ലോക്കാണ്. ഫ്ലൂറിൻ ഉൾപ്പെടുന്ന പീരീഡ് 17ാം പീരീഡാണ്. ചാൽക്കോജനുകൾ എന്നറിയപ്പെടുന്നത് 16ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ്. 16ാമത്തെ ഗ്രൂപ്പിൽ ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകം ഓക്സിജനാണ്. 16ാമത്തെ ഗ്രൂപ്പിലെ റേഡിയോ ആക്റ്റീവ് മൂലകം പൊളോണിയമാണ്. ഓർഗനാജനുകൾ എന്നറിയപ്പെടുന്ന മൂലകങ്ങളാണ് കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ. ഡി ബ്ലോക്ക് മൂലകങ്ങൾ. സംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് ഡി ബ്ലോക്ക് മൂലകങ്ങളാണ്. 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിലെ മൂലകങ്ങളാണ് സംക്രമണ മൂലകങ്ങൾ. ഡി ബ്ലോക്ക് മൂലകങ്ങൾ ആരംഭിക്കുന്ന പീരീഡ് 4ാം പീരീഡാണ്. ഡി ബ്ലോക്ക് മൂലകങ്ങൾ ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ബാഹ്യതമ ഷെല്ലിലെ ഉള്ളിലുള്ള ഷെല്ലിലാണ്. പ്രത്യേകതകൾ: വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നു, ലോഹസങ്കരങ്ങൾ ഉണ്ടാക്കുന്നു, നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നു. സംക്രമണ മൂലകങ്ങൾ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നതിന് കാരണം sp എന്നീ ബ്ലോക്കുകളിലെ മൂലകങ്ങൾ sp എന്നീ ബ്ലോക്കുകളിലെ മൂലകങ്ങൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളാണ് പങ്കെടുക്കുന്നത്. സംക്രമണ മൂലകങ്ങളുടെ ബാഹ്യതമ ഷെല്ലിലെ s സബ്ഷെല്ലിൻ്റെയും തൊട്ടടുത്തുള്ള ആന്തരിക ഷെല്ലിലെ d സബ്ഷെല്ലിൻ്റെയും ഊർജ്ജങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസം ഇല്ലാത്തതിനാൽ അനുയോജ്യമായിട്ടുള്ള സാഹചര്യത്തിൽ d സബ്ഷെല്ലിലെ ഇലക്ട്രോണുകൾ കൂടി രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കും. സംക്രമണ മൂലകങ്ങളുടെ ബാഹ്യതമ ഇലക്ട്രോൺ വിന്യാസം ഒരേ ഗ്രൂപ്പിലും പീരിയഡിലും സാധാരണ ഒരുപോലെയാണ്. അതുകൊണ്ട് അവ ഗ്രൂപ്പിൽ മാത്രമല്ല പീരിയഡിലും ഗുണങ്ങളിൽ സാദൃശ്യം കാണിക്കുന്നു. സംക്രമണ മൂലകങ്ങളുടെ സംയുക്തങ്ങൾ മിക്കവയും നിറമുള്ളതാകാനുള്ള കാരണം അത് സംക്രമണ മൂലകങ്ങളുടെ അയോണുകളുടെ സാന്നിധ്യമാണ്. ഗ്ലാസിൻ്റെ നിറം നൽകുവാനും ഓയിൽ പെയിൻറ്റിങ്ങിനും മറ്റും സംക്രമണ മൂലക സംയുക്തങ്ങൾ ഉപയോഗിക്കാറുണ്ട്. സംക്രമണ മൂലകങ്ങൾ. നിറം: കോപ്പർ സൾഫേറ്റ് നീല, പൊട്ടാസ്യം പെർമാംഗനേറ്റ് പർപ്പിൾ, ഫെറസ് സൾഫേറ്റ് ഇളം പച്ച. സംക്രമണ മൂലകങ്ങളും അവയുടെ സംയുക്തങ്ങളും ഉൾപ്രേരകമായി ധാരാളം ഉപയോഗിക്കപ്പെടാൻ കാരണം ഡി ബ്ലോക്ക് മൂലകങ്ങൾക്ക് ഓക്സീകരണാവസ്ഥയും നിരോക്സീകരണകാരിയായിട്ടും ഒരേ സമയം പ്രവർത്തിക്കുവാൻ കഴിയുന്നതിനാലാണ്. എല്ലാ സംക്രമണ മൂലകങ്ങളും ലോഹങ്ങളാണ്. 12ാം ഗ്രൂപ്പിൽ വരുന്ന സിങ്ക്, കാഡ്മിയം, മെർക്കുറി എന്നിവ സംക്രമണ മൂലകങ്ങളുടെ എല്ലാ പൊതു ഗുണങ്ങളും കാണിക്കുന്നവയല്ല. അതിനാൽ ഇവ അറിയപ്പെടുന്നത് കപട സംക്രമണ മൂലകങ്ങൾ. ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ബാഹ്യ s സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണവും തൊട്ടുമുമ്പുള്ള d സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണവും കൂട്ടുന്നതിന് തുല്യമായിരിക്കും ഗ്രൂപ്പ് നമ്പർ. താഴെ കൊടുത്തിരിക്കുന്നതിൽ സംക്രമണ മൂലകം ഏത്? അത് മാംഗനീസ് ആണ്. പേരിൻ്റെ ഉത്ഭവം: ആകാശഗോളത്തിൽ നിന്നും പേര് ലഭിച്ചവ. മൂലകം, പ്രതീകം, ഉത്ഭവം. ഇപ്പോൾ ടെലൂറിയം Te ആണ്. ഭൂമി ടെല്ലസ്. യുറേനിയം U ആണ്. യുറാനസ്. നെപ്റ്റ്യൂണിയം Np നെപ്റ്റ്യൂൺ ആണ്. പ്ലൂട്ടോണിയം Pu പ്ലൂട്ടോ. സീറിയം Ce ആണ്. സിറസ് ആണ്. പലേഡിയം Pd പല്ലാസ്. ഹീലിയം He ആണ്. സൂര്യനാണ്. സെലീനിയം Se ആണ്. ചന്ദ്രനിൽ നിന്നാണ്. സെലിൻ. ഇനി സ്ഥലനാമങ്ങൾ ലഭിച്ചവ: മഗ്നീഷ്യം Mg മഗ്നീഷ്യ, സ്കാൻഡിയം Sc സ്കാൻഡിനേവിയ,
ഗാലിയം Ga ഗോൾ ഫ്രാൻസ്, ജർമേനിയം Ge ജർമ്മനി, സ്ട്രോൺഷ്യം Sr സ്ട്രോൺഷ്യൻ സ്കോട്ട്ലൻഡ്, റുദേനിയം Ru റുദേനിയ റഷ്യ, യൂറോപ്പിയം EU യൂറോപ്പ്, നിഹോണിയം NH നിഹോണ് ജപ്പാൻ, മോസ്കോവിയം MC മോസ്കോ റഷ്യ, ടെന്നീസ് TS ടെന്നസി അമേരിക്ക. ശാസ്ത്രജ്ഞന്മാരുടെ സ്മരണാർത്ഥം പേര് നൽകിയവയാണ് മൂലകം, പ്രതീകം, ഉത്ഭവം. ക്യൂറിയം CM മേരി ക്യൂറി പിയറി ക്യൂറി, ഐൻസ്റ്റീനിയം ES ആൽബർട്ട് ഐൻസ്റ്റീൻ, ഫെർമിയം FM എൻറിക്കോ ഫെർമി, മെൻഡലീവിയം MD ദിമിത്രി മെൻഡലീവ്, നൊബേലിയം NO ആൽഫ്രഡ് നോബൽ, റുദർഫോർഡിയം RF റുദർഫോർഡ്, ബോറിയം BH നീൽസ് ബോർ, മൊയ്റ്റനേറിയം ലൈസ് മൊയ്റ്റനർ, റോൺജനീയം വില്യം റോൺജൻ, കോപ്പർനീഷ്യം നിക്കോളസ് കോപ്പർനിക്കസ്, ഫ്ലറോവിയം ജോർജ് ഫ്ലറോവ്, ഓഗനസ്റ്റോൺ യൂറി ഓഗനസ്റ്റ്. ഇനി F ബ്ലോക്ക് മൂലകങ്ങളാണ്. F ബ്ലോക്ക് മൂലകങ്ങളെ പീരിയോഡിക് ടേബിളിൻ്റെ ചുവടെ രണ്ട് പ്രത്യേക നിരകളിലായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. F ബ്ലോക്ക് മൂലകങ്ങൾ അന്തഃസംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നു. ലാന്തനോയിഡുകളും ആക്റ്റിനോയിഡുകളുമാണ്. 57 ലന്താനം മുതൽ 71 ലുട്ടേഷ്യം വരെ ആറ്റോമിക നമ്പർ ഉള്ള അന്തഃസംക്രമണ മൂലകങ്ങളാണ് ലാന്തനോയിഡുകൾ. 89 ആക്ടിനിയം മുതൽ 103 ലോറൻഷ്യം വരെ ആറ്റോമിക നമ്പർ ഉള്ള അന്തഃസംക്രമണ മൂലകങ്ങളാണ് ആക്റ്റിനോയിഡുകൾ. റെയർ എർത്ത് എന്നറിയപ്പെടുന്നത് ലാന്തനോയിഡുകളാണ്. ലാന്തനോയിഡുകളിൽ അവസാന ഇലക്ട്രോൺ വന്നു ചേരുന്ന സബ്ഷെല്ല് 4F സബ്ഷെല്ലാണ്. ആക്റ്റിനോയിഡുകളിൽ അവസാന ഇലക്ട്രോൺ വന്നു ചേരുന്ന സബ്ഷെല്ലാണ് 5F സബ്ഷെല്ല്. F ബ്ലോക്ക് മൂലകങ്ങളിൽ ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ബാഹ്യതമ ഷെല്ലിന് ഉള്ളിലുള്ള ഷെല്ലിൻ്റെയും ഉള്ളിലുള്ളതിനാണ്. ലാന്തനോയിഡുകൾ ക്രമീകരിച്ചിരിക്കുന്ന പീരീഡ് 6 ആണ്. ആക്റ്റിനോയിഡുകൾ ക്രമീകരിച്ചിരിക്കുന്ന പീരീഡ് 7 ആണ്. F ബ്ലോക്ക് മൂലകത്തിൻ്റെ അവസാന ഇലക്ട്രോൺ വന്നു ചേരുന്ന സബ്ഷെല്ല് F ആണ്. F ബ്ലോക്ക് മൂലകങ്ങളുടെ ചില പ്രത്യേകതകൾ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥകൾ പ്രകടിപ്പിക്കുന്നു. ആക്റ്റിനോയിഡുകൾ ഭൂരിഭാഗവും റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളാണ്. ആക്റ്റിനോയിഡുകളുടെ പലതും കൃത്രിമ മൂലകങ്ങളാണ്. പല മൂലകങ്ങളും ഉൾപ്രേരകങ്ങളായിട്ട് പെട്രോളിയം വ്യവസായത്തിൽ ഉപയോഗിക്കുന്നു. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് F ബ്ലോക്ക് മൂലകങ്ങളാണ്. യുറേനിയം, തോറിയം, പ്ലൂട്ടോണിയം. ആവർത്തന പട്ടികയുടെ രാജ്യാന്തര വർഷമായിട്ട് ഐക്യരാഷ്ട്ര സംഘടന പ്രഖ്യാപിച്ച വർഷം 2019. മെൻഡലീവ് ആവർത്തന പട്ടികയ്ക്ക് രൂപം കൊടുത്തിട്ട് 150 വർഷം തികഞ്ഞത് 2019. പ്രീവിയസ് ക്വസ്റ്റ്യൻ, ആവർത്തന പട്ടികയുടെ 150-ാം വാർഷികം ഏത് വർഷമായിരുന്നു? 2019. ക്രമാവർത്തന പ്രവണതകൾ. പീരിയോഡിക് ടേബിളിൽ ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴോട്ട് പോകുന്തോറും ഷെല്ലുകളുടെ എണ്ണം വർദ്ധിക്കുന്നതിനാൽ മൂലകങ്ങളുടെ ആറ്റത്തിൻ്റെ വലിപ്പം വർദ്ധിക്കുന്നു. പീരിയോഡിൽ ഇടത്തു നിന്നും വലത്തോട്ട് പോകുന്തോറും ബാഹ്യതമ ഇലക്ട്രോണുകളിന്മേലുള്ള ആകർഷണ ബലം കൂടുന്നതിനാൽ ആറ്റത്തിൻ്റെ വലിപ്പം കുറഞ്ഞു വരുന്നു. പീരിയോഡിൽ ഇടത്തു നിന്നും വലത്തോട്ട് പോകുന്തോറും ന്യൂക്ലിയർ ചാർജിന് സംഭവിക്കുന്നത് ന്യൂക്ലിയർ ചാർജ് കൂടുന്നു. ചാർജുള്ള ആറ്റങ്ങൾ വിളിക്കുന്നത് അയോണുകൾ എന്നാണ്. ചാർജുള്ള ആറ്റങ്ങളെ വിളിക്കുന്നത് അയോണുകൾ എന്നാണ്. വാതകാവസ്ഥയിലുള്ള ഒറ്റപ്പെട്ട ഒരാറ്റത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിനെ ഏറ്റവും ദുർബലമായി ബന്ധിപ്പിക്കുന്നത് ഇലക്ട്രോണിനെ സ്വതന്ത്രമാക്കാൻ ആവശ്യമായ ഊർജ്ജമാണ് അയോണീകരണ ഊർജ്ജം. അയോണീകരണ ഊർജ്ജം ആശ്രയിച്ചിരിക്കുന്നത് 2 പ്രധാന ഘടകങ്ങളാണ്: ന്യൂക്ലിയർ ചാർജ്, ആറ്റത്തിൻ്റെ വലുപ്പം. ന്യൂക്ലിയസിൻ്റെ കേന്ദ്രബിന്ദു മുതൽ ഏറ്റവും പുറമേ ഷെല്ലിലേക്കുള്ള ദൂരമാണ് ആറ്റോമിക ആരം. ആറ്റത്തിൻ്റെ ഷെല്ലുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമ്പോൾ ആറ്റോമിക ആരത്തിന് സംഭവിക്കുന്നത് ആറ്റോമിക ആരം കൂടുന്നു. ആറ്റത്തിൻ്റെ വലിപ്പം കൂടുമ്പോൾ അയോണീകരണ ഊർജ്ജം കുറയുന്നു. ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴേക്ക് വരുമ്പോൾ ആറ്റത്തിൻ്റെ വലിപ്പം കൂടുന്നതിന് അനുസരിച്ച് അയോണീകരണ ഊർജ്ജം കുറയുന്നു. പോസിറ്റീവ് അയോൺ ഉണ്ടാകാൻ പ്രവണത കൂടുന്നു. പീരിയഡിൽ ഇടത്ത് നിന്നും വലത്തേക്ക് പോകുന്തോറും അയോണീകരണ ഊർജ്ജം കൂടുന്നു. പോസിറ്റീവ് അയോൺ ഉണ്ടാകാനുള്ള പ്രവണത കുറയുന്നു. ഒരു പീരിയഡിൽ ഇടത്ത് നിന്നും വലത്തേക്ക് പോകുമ്പോൾ ലോഹ സ്വഭാവത്തിന് സംഭവിക്കുന്നത് ലോഹ സ്വഭാവം കുറയുന്നു. ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴേക്ക് വരുമ്പോൾ ലോഹ സ്വഭാവത്തിന് സംഭവിക്കുന്നത് ലോഹ സ്വഭാവം കൂടുന്നു. ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴേക്ക് വരുമ്പോൾ അലോഹ സ്വഭാവത്തിന് സംഭവിക്കുന്നത് അലോഹ സ്വഭാവം കുറയുന്നു. പീരിയഡിൽ ഇടത്ത് നിന്നും വലത്തോട്ട് പോകുന്തോറും അലോഹ സ്വഭാവത്തിന് സംഭവിക്കുന്നത് അലോഹ സ്വഭാവം കൂടുന്നു.
ഇലക്ട്രോണുകൾ വിട്ടുകൊടുത്ത് പോസിറ്റീവ് അയോണുകളായിട്ട് മാറുന്നതിനാൽ ലോഹങ്ങളെ വിളിക്കുന്നത് ഇലക്ട്രോ പോസിറ്റീവ് മൂലകങ്ങൾ. രാസപ്രവർത്തനങ്ങളിൽ ഇലക്ട്രോണുകൾ സ്വീകരിച്ച് നെഗറ്റീവ് അയോണുകളായിട്ട് മാറുന്നതിനാൽ അലോഹങ്ങളെ വിളിക്കുന്നത് ഇലക്ട്രോ നെഗറ്റീവ് മൂലകങ്ങൾ. ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴേക്ക് വരുമ്പോൾ നെഗറ്റിവിറ്റി സംഭവിക്കുന്നത് കുറയുന്നു. പീരിയഡിൽ ഇടത്തു നിന്നും വലത്തേക്ക് പോകുമ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി സംഭവിക്കുന്നത് കൂടുന്നു. പീരിയോഡിക് ടേബിളിലെ ക്രമാവർത്തന പ്രവണതകളെ സംബന്ധിച്ച് ഏതാനും പ്രസ്താവനകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അവയിൽ ശരിയായ പ്രസ്താവന ഏതെല്ലാം? അതിൽ 1, 2, 3 ശരിയായിട്ടുള്ളത്. എല്ലാതും ശരിയാണ്. പീരിയഡിൽ ഇടത്തു നിന്നും വലത്തോട്ട് പോകുന്തോറും ആറ്റത്തിൻ്റെ വലിപ്പം പൊതുവെ കുറഞ്ഞു വരുന്നു. പീരിയഡിൽ ഇടത്തു നിന്നും വലത്തോട്ട് പോകുന്തോറും ന്യൂക്ലിയർ ചാർജ് കൂടുന്നു. ആറ്റത്തിൻ്റെ വലിപ്പം കൂടുമ്പോൾ അയോണീകരണ ഊർജം കുറയുന്നു. മൂലകങ്ങൾ നോക്കാം. ഒരേ തരം ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിതമായിരിക്കുന്നവയും രാസപ്രക്രിയയുടെ വിഘടിച്ച് ഘടകങ്ങളാക്കാൻ കഴിയുന്നതുമായിട്ടുള്ള ശുദ്ധപദാർത്ഥങ്ങളാണ് മൂലകങ്ങൾ. മൂലകം എന്ന വാക്ക് ആദ്യമായിട്ട് നിർദ്ദേശിച്ചത് റോബർട്ട് ബോയിലാണ്. മൂലകം എന്ന വാക്കിന് നിർവചനം നൽകിയിട്ടുള്ള ശാസ്ത്രജ്ഞൻ റോബർട്ട് ബോയിൽ. മൂലകങ്ങൾ ആറ്റങ്ങളാൽ നിർമ്മിതമാണെന്ന് ആദ്യം തെളിയിച്ചത് ജോൺ ഡാൾട്ടനാണ്. മൂലകങ്ങൾ അവയുടെ പേരിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതീകങ്ങൾ, രാസസമവാക്യങ്ങൾ, രാസസമീകരണങ്ങൾ നൽകുന്ന സമ്പ്രദായം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ബർസേലിയസ് ആണ്. പുതുതായിട്ട് കണ്ടെത്തപ്പെടുന്ന മൂലകങ്ങൾക്ക് പേരും അംഗീകാരവും നൽകുന്ന അന്തർദേശീയ സ്ഥാപനം IUPAC, ഇൻ്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. IUPACയുടെ ആസ്ഥാനം സൂറിച്ച്, സ്വിറ്റ്സർലാൻഡ്. IUPAC രൂപീകരിച്ച വർഷം 1919. 2016 IUPAC നാമകരണം ചെയ്ത മൂലകങ്ങൾ നിഹോണിയം, മോസ്കോവിയം, ടെന്നിസൺ, ഓഗനസ്റ്റോൺ. ലാറ്റിൻ നാമങ്ങൾ: മൂലകം, പ്രതീകം, ഉത്ഭവം. സ്വർണം Au, ഓറം. അയൺ Fe, ഫെറം. ലെഡ് Pb, പ്ലംബം. പൊട്ടാസ്യം K, കാലിയം. സിൽവർ Ag, അർജന്റം. സോഡിയം Na, നാട്രിയം. ടിന്ന് Sn, സ്റ്റാനം. ടങ്സ്റ്റൺ W, വുൾഫ്രം. കോപ്പർ Cu, കുപ്രം. മെർക്കുറി Hg, ഹൈഡ്രാർജിയം. ആൻറ്റിമണി Sb, സ്റ്റിബിയം. മൂലകങ്ങളുമായി ബന്ധപ്പെട്ട രോഗങ്ങളാണ് ഫ്ലൂറിൻ, ഫ്ലൂറോസിസ്. സിലിക്കൺ, സിലിക്കോസിസ്. മെർക്കുറി, മീനമാത. ലെഡ്, പ്ലംബിസം. കാഡ്മിയം, ഇതായ്. ചെമ്പ്, കോപ്പർ, വിൽസൺസ് രോഗം. പൊട്ടാസ്യം, ഹൈപ്പോകലോമിയ. ആഴ്സനിക്, ബ്ലാക്ക് ഫുട്ട് രോഗം. അലുമിനിയം, അൾഷിമേഴ്സ്. നൈട്രേറ്റ്, ബ്ലൂ ബേബി സിൻഡ്രോം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള മൂലകം ഓക്സിജനാണ്. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ലോഹം കാൽസ്യമാണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജനാണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജനാണ്. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം നൈട്രജനാണ്. ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള അസ്ഥിര മൂലകം ഫ്രാൻസിയമാണ്. ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടിയിട്ടുള്ള സ്ഥിര മൂലകം സീസിയമാണ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഫ്ലൂറിനാണ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കുറഞ്ഞ മൂലകങ്ങൾ ഫ്രാൻസിയം, സീസിയം. ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം ലിഥിയമാണ്. റേഡിയോ ആക്റ്റീവ് വാതക മൂലകം റെഡോൺ ആണ്. ഏറ്റവും സ്ഥിരത കൂടിയ മൂലകം ലെഡ്. ഏറ്റവും ക്രിയാശീലം കൂടിയ മൂലകം ഫ്ലൂറിൻ. ഉയർന്ന ഇലക്ട്രോൺ അഫിനിറ്റി പ്രദർശിപ്പിക്കുന്ന മൂലകം ക്ലോറിനാണ്. ഏറ്റവും കൂടുതൽ സംയുക്തങ്ങളാകുന്ന മൂലകം കാർബൺ, ഹൈഡ്രജൻ. ഏറ്റവും കൂടുതൽ സ്ഥിരതയുള്ള ഐസോടോപ്പുകളുള്ള മൂലകം ടിന്ന്. ഏറ്റവും കൂടുതൽ സംയുക്തങ്ങളാകുന്ന മൂലകങ്ങളാണ് കാർബൺ, ഹൈഡ്രജൻ. ഏറ്റവും കൂടുതൽ സ്ഥിരതയുള്ള ഐസോടോപ്പുകളുള്ള മൂലകം ടിന്നാണ്, 10 ഐസോടോപ്പുകൾ. ഏറ്റവും കുറവ് ഐസോടോപ്പുകളുള്ള മൂലകം ഹൈഡ്രജൻ, 3 ഐസോടോപ്പുകൾ. ഭൂവൽക്കത്തിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന മൂലകങ്ങളാണ് ഓക്സിജൻ 46.6%, സിലിക്കൺ 27.7%, അലുമിനിയം 8.3%, അയൺ 5.1%, കാൽസ്യം 3.6%. അന്തരീക്ഷത്തിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന മൂലകങ്ങൾ നൈട്രജൻ 78%, ഓക്സിജൻ 21%, ആർഗൺ 0.9%. SCERT ക്വസ്റ്റ്യൻ പൂൾ നോക്കാം. തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴേക്ക് വരുമ്പോൾ ആറ്റത്തിൻ്റെ വലിപ്പം കുറഞ്ഞു വരുന്നു. പീരിയഡിൽ ഇടത്തു നിന്നും വലതുഭാഗത്തേക്ക് പോകുമ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടി വരുന്നു. ആറ്റത്തിൻ്റെ വലിപ്പം കൂടുമ്പോൾ അയോണീകരണ ഊർജം കൂടുന്നു. അലോഹ സ്വഭാവമുള്ള മൂലകങ്ങൾ പീരിയോഡിക് ടേബിളിൻ്റെ വലതുഭാഗത്തായിട്ട് കണ്ടുവരുന്നു. 1, 3 കറക്റ്റായിട്ടുള്ളത്. ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴേക്ക് വരുമ്പോൾ ആറ്റത്തിൻ്റെ വലിപ്പം കുറഞ്ഞു വരുന്നു.
ആറ്റത്തിൻ്റെ വലിപ്പം കൂടുമ്പോൾ അയോണീകരണ ഊർജം കൂടുന്നു. ഇനി പീരിയോഡിൽ ടേബിളിലെ ഏതാനും ഭാഗം ചുവടെ കൊടുക്കുന്നു. അപ്പം 13 AL 13, SI 14, P 15, S 16. ഇതിൽ ബോറോൺ കുടുംബാംഗം ഏത് എന്നാണ്. അത് AL ആണ്. ബാഹ്യതമ ഷെല്ലിൽ 5 ഇലക്ട്രോണുകളുള്ള മൂലകം ഏത്? അത് P ആണ്. ഒരു മൂലകത്തിൻ്റെ ഏത് പീരിയഡിൽ ഉൾപ്പെടുന്നു? ഈ മൂലകങ്ങൾ ഏത് പീരിയഡിൽ ഉൾപ്പെടുന്നു? 3-ാം പീരിയഡിലാണ്. ഈ പീരിയഡിലെ ഉത്കൃഷ്ടവാതകത്തിൻ്റെ ആറ്റോമിക നമ്പർ എത്ര? അത് 18 ആണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.